സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്പിളി. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പൊന്നിൻ ചിങ്ങത്തിൽ അമൃത ന്യൂസ് പുതിയ രൂപത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. പുതിയ വിഭവങ്ങളോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. മുൻവിധികളോ വളച്ചൊടിക്കലുകളോ കോലാഹലങ്ങളോ ഒന്നുമില്ലാതെ ജനപക്ഷത്തു നിന്ന് വാർത്തകൾ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്നും അമൃത TV ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം ഇനിയും തുടരുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ ഒരു പുതിയ തലങ്ങളിലേക്ക് അമൃത TV അതിൻ്റെ വിജയയാത്ര തുടരുമ്പോൾ, അതും ഈ ഓണക്കാലത്ത് കൂടിയാകുമ്പോൾ അതിന് ഇരട്ടി മധുരം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഓണക്കാലം എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ ജീവിതത്തിലും സംസ്കാരത്തിലുമൊക്കെ ഇത്രയേറെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ആഘോഷം, ജാതിമത ഭേദവ്യത്യാസമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന, മലയാളി ഒന്നായി ആഘോഷിക്കുന്ന ഒരു ആഘോഷം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല അമ്പിളി, ഈ ഓണക്കാലം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓണം ആഘോഷിക്കുന്നു എന്നത് പ്രധാനമായും മാവേലിയുടെ ആ സദ്ഭരണത്തെ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായിരിക്കുന്ന ഒരു ഭരണം, ഒരുപക്ഷെ ഭരണാധികാരികളൊക്കെ ഒന്ന് പഠിക്കേണ്ട കൂടി ഒരു ഭരണകാലം തന്നെയാണ് മാവേലി എന്ന ആ മഹാനായ ഭരണാധികാരിയുടേത്. എന്തായാലും ഇന്ന് ചിങ്ങത്തിലെ ഈ ആദ്യ പുലരി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു തുടക്കം കൂടി, അതും കൂടിയായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നല്ല വിളവ്, സമൃദ്ധമായ ജീവിതത്തിനുള്ള പ്രതീക്ഷ, ഇതൊക്കെയാണ് ഈ ചിങ്ങമാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ ആദരിച്ചും പ്രകൃതിയെ സംരക്ഷിച്ചും തന്നെ വേണം ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ. ഓണവിശേഷങ്ങളടക്കം വാർത്തകൾ നിരവധിയാണ്. ഈ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരുമയുടെയും സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ഒരു നല്ല നാളേക്കാണ് നമ്മളെപ്പോഴും എല്ലാ ഓണക്കാലവും കൂട്ടിക്കൊണ്ടു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് കേരളം ഈ പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങപ്പുലരിയിൽ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. സൂര്യൻ ചിങ്ങരാശിയിൽ, മലയാളിക്കിനി ഓണക്കാലം. ആശങ്കകൾക്കിടയിലും പ്രതീക്ഷയുടെ നാളുകൾക്കായി കാത്തിരിപ്പ്. കാർഷിക പാരമ്പര്യം ഓർമ്മിപ്പിച്ച് ഇന്ന് കർഷക ദിനം. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്ന് അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുന്നു. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം ഇന്ന് ആരംഭിക്കും. പ്രത്യേക സംഘം കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. സ്പോൺസറുടെ നികുതി കുടിശ്ശികയിൽ തുടർ നടപടി വൈകിയതിലും വിശദീകരണം തേടും. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനാവശ്യം CPI യോഗത്തിൽ ഉന്നയിച്ചേക്കും. യോഗം വൈകിട്ട് 4 മണിക്ക്. നീറ്റ് പരീക്ഷാ പ്രതിസന്ധിയിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച്. NTA പിരിച്ചുവിടണമെന്ന ആവശ്യം. കാലടി സർവകലാശാലയിലെ പ്രതിഷേധ സമരത്തിൽ കൂടുതൽ SFI പ്രവർത്തകരുടെ അറസ്റ്റിന് സാധ്യത. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി SFIയും KSUവും ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച്. BJPയിൽ വൻ സംഘടനാ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. സംഘടനാ ചുമതലകളിലേക്ക് കൂടുതൽ യുവാക്കളെത്തും. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ. മലയാളിക്കിനി ഓണസമൃദ്ധിയുടെ നാളുകൾ. സൂചിപ്പിച്ച പോലെ നമ്മൾ മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏറെ പ്രിയപ്പെട്ട ഒരു മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. കാർമേഘങ്ങളുടെയും ഇല്ലായ്മയുടെയും മാസമായ കർക്കിടകം അങ്ങനെ അവസാനിച്ചു. മലയാളികൾക്കിനി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസമാണ്. സൂര്യൻ ചിങ്ങരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. അത്തം തുടങ്ങി 11ാം ദിവസമാണ് ഇത്തവണ ഓണം. കർക്കിടകത്തിൻ്റെ അവസാന ദിവസം അത്തവും പിറന്നു. ഇന്ന് ചിത്തിരയാണ്. ചിങ്ങം 1 മലയാളിക്ക് കർഷക ദിനം കൂടിയാണ്. വറുതികളുടെ പഞ്ഞമാസത്തിന് വിട. വെയിലിനും വിളവിനും പൊന്നിൻ നിറം പകരുന്ന ചിങ്ങം പിറന്നു.
ആലസ്യതകൾ വിട്ടൊഴിഞ്ഞ് നവോന്മേഷത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നല്ല ദിനങ്ങൾ ഓരോ മലയാളിക്കും ചിങ്ങം സമ്മാനിക്കുന്നു. ചിങ്ങം പിറന്നാൽ ചിത്തം നിറഞ്ഞെന്നാണ് ചൊല്ല്. കൊയ്തെടുത്ത നെല്ല് അറയും പറയും പത്തായവും നിറച്ചിരുന്ന സമൃദ്ധിയുടെ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. തുമ്പയും തുളസിയുമൊക്കെ തൊടികളിൽ നിറയുന്ന, മുക്കുറ്റിയുടെ തലപ്പത്തും മത്തൻ വള്ളികളിലുമൊക്കെ പൂക്കൾ വിരിയുന്ന കാലം. ഓണത്തുമ്പികൾ വട്ടമിട്ട് പറക്കുന്ന, പ്രകൃതിയും മനുഷ്യനും ഒന്നിച്ച് സന്തോഷിക്കുന്ന ആഘോഷകാലം. കാർഷിക സമൃദ്ധിയുടെ കാലം മാഞ്ഞു പോവുകയാണെങ്കിലും ചിങ്ങമൊന്ന് ഓരോ മലയാളിയുടെ മനസ്സിലും പച്ചപ്പ് നിറയ്ക്കുന്നു. പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിന് ഈ ദിനം ഏറെ ഉപകരിക്കുന്നു. രീതികളും ശീലങ്ങളും ഒക്കെ മാറിയെങ്കിലും ആചാരങ്ങളും ആഘോഷങ്ങളും കുറയ്ക്കാറില്ല മലയാളികൾ. ചിങ്ങം പിറക്കുന്നത് ഓണക്കാലത്തിന്റെ സമത്വസുന്ദരമായ സ്മരണയിലേക്കാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളെ നമുക്ക് വരവേൽക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുടെ കൂടി ഒരു സമയം കൂടിയാണ് ഒരുപക്ഷെ ഈ ഓണം ചിങ്ങമൊക്കെ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ജീവിച്ചു വന്നിരുന്നു, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒരുപക്ഷെ കമ്പയർ ചെയ്ത് കൂടി നോക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഗൃഹാതുരത്വത്തിന്റെ ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ. അതെ, ഇങ്ങനെ നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോറി കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയുന്ന പൂക്കളങ്ങളും പൂവിളികളും ഒക്കെ തന്നെയാണ്. മലയാളികളുടെ പൂവിടൽ ശീലമെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാണിജ്യ സാധ്യതകളിലേക്കാണ് എപ്പോഴും അത് പോകുന്നത്. എങ്കിൽ കൂടിയും നാട്ടുപൂക്കളുടെ ഉത്സവമായിരുന്ന ഒരു കാലം, അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം തീർക്കാൻ മലയാളികൾ തേടിയിരുന്നത് ഈ മുക്കുറ്റി, തുമ്പ, തുളസി, അങ്ങനെ ഒരു ചെമ്പരത്തി, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ്. അതിന് ആ പൂക്കളം ഇടുന്നതിന് തന്നെ അതിൻ്റേതായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ മലയാളി മറന്നു തുടങ്ങിയ ആ നാട്ടുപൂക്കൾ ഏതൊക്കെയെന്ന് ഒരുപക്ഷെ യുവതലമുറയ്ക്ക് എത്രത്തോളം അറിയാമെന്നറിയില്ല. നമുക്കെന്തായാലും അതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടൊന്ന് കാണാം. അത്തത്തിനു തലേനാൾ മുതൽ കുട്ടിക്കൂട്ടങ്ങൾ പറമ്പിലും പാടത്തും പൂക്കൾ തേടി നടക്കും. വട്ടയില കൊണ്ട് കുമ്പിൾ കുത്തി അതിൽ ഓരോ തരം നാട്ടുപൂക്കളും ശേഖരിച്ച് ആർപ്പുവിളികളോടെ വീട്ടിലേക്ക് മടക്കം. തുമ്പപ്പൂക്കളായിരുന്നു ഓണപ്പൂക്കളത്തിലെ താരം. തൂവെള്ള നിറത്തിലുള്ള ചെറിയ ഇതളുകൾ മാത്രമുള്ള ഇത്തിരി കുഞ്ഞൻ പൂവ് അത്തം മുതലുള്ള 3 ദിവസങ്ങളിൽ പൂക്കളത്തിൽ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഞങ്ങളെ കുട്ടിക്കാലമൊക്കെ തുമ്പപ്പൂ പറിച്ചിട്ടാണ് ഞങ്ങൾ പൂവിട്ടിരുന്നത്. തുമ്പപ്പൂവ്, അരിപ്പൂവ്, മഞ്ഞപ്പൂവ്, കാക്കാപ്പൂവ്, ഓടപ്പൂവ് എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് പൂവിടും. പറിക്കാൻ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടെ ഒന്നായിട്ടാണ് പോവുക. ഇവിടെ ഒരു അമ്പലപ്പറമ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടാണ് പറിച്ചുകൊണ്ട് വരിക ആദ്യമൊക്കെ. അതൊരു നഷ്ടത്തിൻ്റെ ഒരു കാലമാണല്ലോ ഇപ്പോൾ പൂക്കളൊക്കെ പോയതുള്ളത്. അതെ, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾ ഇവിടെ വന്നിട്ട് തന്നെ പറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടിട്ടല്ലേ. തുമ്പ കഴിഞ്ഞാൽ അടുത്തയാൾ മുക്കുറ്റിയാണ്. വേലിപ്പടർപ്പിലെ ചെമ്പരത്തിപ്പൂക്കളെടുത്ത് ഇതളുകളായി വെക്കുന്നതായിരുന്നു മറ്റൊരു രീതി. പല നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ പൂത്തറയിൽ വട്ടം നിറയ്ക്കും. ചിങ്ങമാസത്തിൽ വീട്ടുപരിസരത്ത് കുമ്പളവള്ളിയും മത്തൻവള്ളിയുമെല്ലാം പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. പൂക്കളത്തിന് മഞ്ഞ നിറം പകരാൻ ഈ പൂക്കളും ഒപ്പമുണ്ടാകും. പൂക്കളമൊരുക്കാനും ഓണത്തപ്പനെ അലങ്കരിക്കാനുമെല്ലാം കൃഷ്ണകിരീടമെന്ന ചുവന്ന പൂവും കൂട്ടത്തിലുണ്ടാകും. തുളസി, വയലോരത്തെ മഞ്ഞപ്പൂക്കൾ, നന്ദ്യാർവട്ടം, ശംഖുപുഷ്പം എന്നിവയെല്ലാം ഒരു കാലത്ത് മലയാളിയുടെ ഓണപ്പൂക്കളത്തെ മനോഹരമാക്കിയവയായിരുന്നു. വയലോരത്തും തോട്ടുവരമ്പിലുമുണ്ടായിരുന്ന പൂക്കളായിരുന്നു ഒരു കാലത്ത് മലയാളികളുടെ അത്തപ്പൂക്കളം നിറച്ചിരുന്നത്. എന്നാൽ ഇന്ന് കഥയും കാലവും മാറി. അന്യസംസ്ഥാന പൂക്കളെ മാത്രമാണ് ഇന്ന് മലയാളി അവരുടെ അത്തപ്പൂക്കളത്തിൽ സ്വീകരിക്കുന്നത്. KP ഷൈജുനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണം തുടങ്ങിയതോടുകൂടി ഓണമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓടി ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. തിരുവനന്തപുരത്ത് നിന്ന് അൺഫിൽ ഡിസൂസയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകേണ്ടി വരുന്നു. കാരണം ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൽ നിന്ന് സമ്പൂർണ്ണ അന്താരാഷ്ട്ര തുറമുഖം എന്ന ഒരു വലിയ വികസനത്തിൻ്റെ പാതയിലാണ് വിഴിഞ്ഞമെങ്കിൽ കൂടിയും ഒരു വലിയ കുതിപ്പിലേക്ക് മാറുന്നത്. അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. ശരിക്കും ഒരു വികസനം വരുന്നത് ഈ ഒരു സമ്പൂർണ്ണ
സമ്പൂർണ്ണ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി മാറുന്നത്, ഈ ചരക്ക് കവാടമായി മാറുമ്പോൾ, അതായത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴാണ്. ഇതിപ്പോൾ നാളെയാണ് അത് തുടങ്ങുന്നത്. രാവിലെ 10:45 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതി മിഷൻ സമുദ്രയ്ക്കും കൂടി തുടക്കമാവുകയാണ്. നമ്മളെ ബജറ്റിലെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. തീർച്ചയായും മിഷൻ സമുദ്ര എന്നുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അൺഫിൽഡ് ഡിസൂസ ഉണ്ട്, അൺഫിൽഡിലേക്കാണ് പോകുന്നത്. അൺഫിലിറ്റ് കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അൺഫിലിറ്റ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ വിഴിഞ്ഞം ഒരു സമ്പൂർണ്ണ ചരക്ക് നീക്ക തുറമുഖമായി മാറുന്നു എന്നാണ്. അത് കയറ്റുമതി ഇറക്കുമതിക്കും കൂടിയുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ടുള്ള ഒരു നീക്കം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സാധ്യതകളും കേരളത്തിൻ്റെ വികസന സാധ്യതകളും വളരെ അനന്തമായി തന്നെ നീളുകയാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം അല്ലേ? ഗുഡ് മോർണിംഗ് സ്വപ്ന അമ്പിളി. ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുപ്രധാനമായ നാഴികക്കല്ലിലേക്കാണ് മാറുന്നത്. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതായത് നിലവിൽ അത് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിരുന്നു എന്നതിൽ നിന്നും മാറി സമ്പൂർണ്ണമായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാനമായി സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടായി നാളെ മാറുകയാണ്. മുഖ്യമന്ത്രി രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരിക്കും. അതായത് ഇനി മുതൽ പൂർണ്ണമായ കയറ്റുമതി ഇറക്കുമതി അത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നടക്കും. ഇത്രയും നാളത് കൊളംബോ, ദുബായ്, ശ്രീലങ്ക പോലുള്ള തുറമുഖങ്ങൾ വഴിയാണ്, സിംഗപ്പൂർ വഴിയുള്ള തുറമുഖങ്ങൾ വഴിയാണ് നടന്നിരുന്നതെങ്കിൽ ഇനി അത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ചരക്ക് നീക്കം നേരിട്ട് നടത്താനാകും. ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ രീതിയിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ കേരളയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനവും നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ ഉണ്ടാകും. നമുക്കറിയാം, മിഷൻ കേരളയ്ക്ക് വേണ്ടി ബജറ്റിൽ 400 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം ഒരു മാരിടൈം എക്കണോമിക്കായി കേരളം മാറുന്നു. ആ മാരിടൈം എക്കണോമിക്കിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ സാമ്പത്തിക കുതിപ്പ് ഇതാണ് വിഭാവന ചെയ്തത്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നാളെ വിഴിഞ്ഞം ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വേളയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കേരളത്തിന് എല്ലാ രീതിയിലും തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിവസമായി നാളെ മാറുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുന്ന മിഷൻ കേരളയുടെ ഉദ്ഘാടനവും നാളെ തന്നെ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി നാളെ മാറുകയാണ്. എന്തായാലും ഇന്നു മുതൽ തന്നെ വിഴിഞ്ഞത്തേക്കുള്ള ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള, അതായത് VIP അടക്കമുള്ളവർക്ക് പ്രത്യേക ക്ഷണമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി ഇത് മാറുന്നു. സ്വപ്ന അൺഫിലിറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ GSTയുടെ ഒരു അന്വേഷണം നടക്കുന്നു. 126 കോടി വിദേശ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം GST നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് തീർച്ചയായും അമ്പിളി, GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച ഒരു കേസാണ്. അതൊരു കേസായി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടം എന്ന രീതിയിലാണ് GST വകുപ്പ് ഇതിന് അന്വേഷണം നടത്തുന്നത്. റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് 22.68 കോടി രൂപ GST ഇനത്തിൽ സേവന നികുതിയായ കേരളത്തിൽ GST വകുപ്പിന് അടക്കേണ്ടതുണ്ട്. ഇന്നേ വരെ ഒരു തുക പോലും അടച്ചിട്ടില്ല. 5 തവണയാണ് ഈ കമ്പനികളുടെ മേധാവിമാർക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇവർ ഓഗസ്റ്റിൽ ഹാജരായെങ്കിൽ ഇതിന്റെ ആവശ്യമായ രേഖകളൊന്നും നൽകിയിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരം ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. ആ SIT രൂപീകരിക്കുമ്പോൾ അത് GST വിഭാഗമാണ് ഇത് ആദ്യം അന്വേഷണം നടത്തുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് GST ബ്രാഞ്ചാണ് ഇത് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിൽ ഇന്നിപ്പോൾ GSTയുടെ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണറായ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഈ SITയിലുള്ളത്. ഇവർ ഇന്നു മുതലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നവർ കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തുകയും ഈ കേസ് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഈ കേസ് ഇന്നു മുതൽ ഇതിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ നമുക്കറിയാം, ഇതുവരെ സർക്കാർ ഏത് രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ അന്വേഷണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിൽ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ മുൻ സർക്കാരിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ. എന്തായാലും GST സേവനത്തിൽ ഏത് തട്ടിപ്പ് നടത്തിയെന്ന അന്വേഷണമാണ് പോകുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രശാന്തിലേക്കൊന്ന് നമുക്ക് പോയിട്ട് വരാം.
പ്രശാന്ത്, കേൾക്കാമെങ്കിലല്ലേ, ഈ കാലടി സർവകലാശാലയിലെ പ്രതിഷേധ സമരത്തിൽ SFI പ്രവർത്തകരുടെ അറസ്റ്റിന് ഇന്നിപ്പോൾ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. നിലവിൽ 18 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് നടപടിക്കെതിരെയും വലിയ രീതിയിൽ CPM-ഉം SFI-യും വലിയ രീതിയിലുള്ള ആക്ഷേപവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും കാലടി ടൗണിൽ CPM-ന്റെ പ്രതിഷേധ പരിപാടിയുണ്ട്. പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും എതിർപ്പിനുമൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാലടി സർവകലാശാലയിലെ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ? സ്വപ്ന, അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിസ തോമസിന്റെ പരാതിയിലാണ്, മറ്റൊന്ന് പോലീസ് അവരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് സ്വമേധയാ എടുത്ത കേസാണ്. ഈ 2 കേസിലാണ് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ സിസ തോമസ് അടക്കം നൽകിയിരിക്കുന്ന പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഘട്ടത്തിൽ അതായത് സിസ തോമസ് ഇന്നലെ രാവിലെയാണ് ഇത്തരം ഒരു പരാതി നൽകുന്നത്. SFI ആരോപിക്കുന്നത് ഗവർണറുടെ ഓഫീസിന്റെ സമ്മർദ്ദപ്രകാരമാണ് ഇത്തരമൊരു പരാതി നൽകിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ 28 ദിവസമായി തങ്ങൾ ഈ സമരമുഖത്ത് ഉണ്ട്. പ്രത്യേകിച്ച് 18 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFIയുടെ ഒരു സമരം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തിയേറ്റർ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ്. അവരാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതീകാത്മക സമരം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ആ സമരത്തിന് തുടർച്ചയായിട്ടാണ് മറ്റ് സംഘർഷത്തിലേക്കും വലിയ പ്രതിഷേധത്തിലേക്കും തന്നെ കാര്യങ്ങൾ പോയത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ SFIക്ക് അപ്പുറത്തേക്ക് CPM ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ 4 മണിക്ക് പ്രതിഷേധ സംഗമം കാലടി ടൗണിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SFI നിരവധിയായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് SFI ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് നടപടിക്കെതിരെ കൂടി പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് SFI-യും ഒപ്പം തന്നെ CPM-ഉം ഇപ്പോൾ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. സ്വപ്ന, ടൗണിൽ ഇന്നിപ്പോൾ വലിയൊരു പ്രതിഷേധത്തിന് തന്നെ എന്തായാലും തയ്യാറെടുക്കുകയാണ്. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സിസ തോമസിന്റെ പരാതിയിൽ ഇന്നലെ 4 SFI-ക്കാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിഷേധവും ഇന്ന് നടക്കും. ഇപ്പോൾ ചിങ്ങപ്പുലരിയൊക്കെയാണെങ്കിലും ഒരു സംഘർഷ സാധ്യതയിലേക്കും സമര സാധ്യതയിലേക്കുമൊക്കെ നീളുന്ന കാഴ്ചയാണെന്ന് ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അമ്പിളി, പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കേരളത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേശീയ തലത്തിൽ എന്തൊക്കെ വാർത്തകളാണ് ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നിന്നിപ്പോൾ SFIയുടെ ഒരു പ്രതിഷേധമടക്കം നടക്കുന്നുണ്ടല്ലോ. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെതിരായുള്ള ആ പ്രതിഷേധം, വിവരങ്ങൾ എന്തൊക്കെ? ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന ആവശ്യം വളരെ ശക്തമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. UGC നെറ്റ് പരീക്ഷയടക്കം റദ്ദാക്കിയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ പരീക്ഷ നടത്താനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലോ. സ്വപ്ന, അമ്പിളി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിന് മുൻപിലേക്ക് വൈകിട്ട് 3 മണിക്കാണ് SFIയുടെ പ്രതിഷേധം നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 3 വിഷയങ്ങളിലെ പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. അതിൽ സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരീക്ഷ റദ്ദാക്കുന്നത് എന്നാണ് NTA നൽകിയിട്ടുള്ള വിശദീകരണം. ഇത് ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിലേക്ക് SFI സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം UG നീറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരുന്നു. പിന്നീട് അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിവരെ എത്തിയിരുന്നു. ഇപ്പോൾ UGC നെറ്റ് പരീക്ഷയുടെ 3 വിഷയങ്ങളിലെ പരീക്ഷകളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിട്ടുള്ളത്. ഈ പരീക്ഷകളുടെ സെപ്റ്റംബർ 9, 10 തീയതികളിലായി പുനഃപരീക്ഷ നടത്തുമെന്നും വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വപ്ന, ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശീയ തലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ BJP ദേശീയ തലത്തിൽ പുനഃസംഘടന വരുന്നു എന്നുള്ളതാണ്. ഈ അധ്യക്ഷന് ശേഷം അങ്ങോട്ട് ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഇടം പിടിക്കുമെന്നൊക്കെ ഉള്ളത് വളരെ ആകാംക്ഷയോടെയാണ് നോക്കുന്നത്.
BJP പുതിയ ദേശീയ ഭാരവാഹികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തീരുമാനം ഇതിനോടകം തന്നെ സംഘടനാ തലത്തിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ BJPയുടെ സംഘടനാ തലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരുന്നു. 46 വയസ്സുള്ള നിതിൻ നബീനെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് BJPയുടെ നേതൃനിരയിൽ ഒരു തലമുറ മാറ്റമുണ്ടാകും എന്ന് BJP വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും പിന്നീട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടന്നു. അതേ തുടർന്ന് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJP വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇന്നോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ സംഘടനാ തലത്തിൽ പുതിയ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആ പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയും ഉണ്ടാകും. ദേശീയ തലത്തിൽ BJPയുടെ നേതൃനിരയിലേക്ക് വരുന്ന പുതിയ ടീമിന് മുൻപിലേക്ക് മിഷൻ 2029 എന്ന ആശയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വെക്കുന്നത്. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംഘടനയെ ചിട്ടപ്പെടുത്തുക, അതിന് സംഘടനയെ പ്രാപ്തമാക്കുക എന്ന ചുമതലയായിരിക്കും പുതിയ ടീമിനുണ്ടാവുക. പുതിയ ടീമിലേക്ക്, അതായത് പുതിയ BJPയുടെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകും. കൂടുതൽ വനിതകളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും BJPയുടെ സംഘടനാ പുനഃസംഘടന എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് ദേശീയ സംഘടനാ തലത്തിലേക്കും ഒപ്പം കേന്ദ്ര മന്ത്രിസഭയിലേക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് വ്യക്തമായ സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതായത് അനിൽ ആന്റണി നിലവിൽ BJPയുടെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം ദേശീയ സംഘടനാ തലത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ടാകും. അനിൽ ആന്റണി കൂടാതെ അനൂപ് ആന്റണി, മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, MLA V മുരളീധരൻ തുടങ്ങിയ 2029 ലക്ഷ്യമിട്ടുള്ള ഒരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കേന്ദ്ര സർക്കാർ അതിന് ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഈ പറഞ്ഞതുപോലെ പുതിയ ടീമിനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചെറിയൊരു താമസമുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ പുതിയ ഗുഡ് മോർണിംഗ് കേരളം പുതിയ രൂപത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതിഥികളുടെ ഒരു സെഗ്മെൻറ്റാണ്. പല പ്രേക്ഷകർ ഒരുപക്ഷെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അതിഥികൾ ഞങ്ങൾ ഈ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഈ ചിങ്ങം 1 ഈ കർഷക ദിനത്തിൽ കൃഷിമന്ത്രി T സിദ്ദീഖാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ചിങ്ങം നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക ദിനമായി കൂടി നമ്മൾ അതിനെ ആചരിക്കുന്നുണ്ട്. കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. അതെ, ഈ കാർഷിക ദിനമെന്ന് പറയുമ്പോൾ ഓണവുമായി ഒട്ടും മാറ്റി നിർത്താൻ സാധിക്കാത്ത, മലയാളി ഉണ്ണുന്ന ഓരോ സദ്യയ്ക്ക് പിന്നിലും ഓരോ കർഷകൻ്റെ അധ്വാനമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് ഏറ്റവും പ്രസക്തനായ ഒരു അതിഥിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അമ്പിളി T സിദ്ദീഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കൊച്ചിയിൽ നിന്നാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഡ്വാൻസായി ഓണാശംസകൾ, ചിങ്ങം ആശംസകളൊക്കെ നേരട്ടെ. ഒപ്പം കർഷക ദിന ആശംസകളും നേരുകയാണ്. അമൃത TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുക. ഓക്കെ, താങ്കൾ ഒരുപാട് തിരക്കുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്ന് അറിയാം. ഈ കർഷക ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ദിവസം കർഷക ദിനമായി ആചരിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായൊരു സാഹചര്യം കൂടിയാണ്. കാരണം നമ്മളൊരു വലിയ മഴക്കെടുതിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ദുരിതക്കെടുതിയും കഴിഞ്ഞ് ഒരുപാട് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന, കൃഷിനാശം സംഭവിച്ച ഒക്കെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ കർഷക ദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് എന്ത് മിനിസ്റ്റർക്ക് ആദ്യം പറയാനുണ്ട്, അവരെ എന്ത് ഈ കർഷക ദിനത്തിൽ ആദ്യമായി ആശ്വസിപ്പിക്കാനുണ്ട് എന്നാണ് അറിയേണ്ടത്. മണ്ണിൽ പണിയെടുക്കുന്നതായ കർഷകൻ, അധ്വാനിക്കുന്ന കർഷകൻ, മണ്ണിൻ്റെ മണവും വിയർപ്പിൻ്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകൻ, ആ കർഷകനെ ആ മണ്ണിൽ കാർഷിക വൃത്തിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, കഠിനാധ്വാനങ്ങൾക്കും സർക്കാരിൻ്റെ വലിയ പിന്തുണയും മേൽനോട്ടവും ഉത്തരവാദിത്വവും സർക്കാരിൻ്റെതുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദുരിതമുണ്ടായ സമയത്ത് വയനാട്ടിലെ കാർഷിക മേഖല ഉൾപ്പെടെ കോട്ടയത്തെ, കുട്ടനാട്ടെ, ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളൊക്കെ വിവിധ ജില്ലകളിൽ സന്ദർശിക്കുകയുണ്ടായി, തൃശ്ശൂർ ഉൾപ്പെടെ. അവിടങ്ങളിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം വിവിധങ്ങളായ നടപടികൾക്ക് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒന്ന്,
KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി പ്രത്യേകം സംസാരിച്ചു. വകുപ്പ് തല മീറ്റിംഗ് കൂടി. കേരളത്തിലെ RBI പ്രതിനിധി ഉൾപ്പെടെ, നബാർഡിന്റെ പ്രതിനിധി ഉൾപ്പെടെ, ബാങ്കിംഗ് കൺസോർഷ്യം ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സ്റ്റെപ്പുകളിലൂടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു: കർഷകരെ സംരക്ഷിക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമോ ആ നടപടികൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ്. ഒന്ന് ക്രോപ്പ് ലോസ്, വിളകളുടെ നഷ്ടവും, 2 പുനർനടിയിൽ പ്രവർത്തനങ്ങൾ. ഈ 2 കാര്യത്തിന് വേണ്ടി കേരളത്തിലെ കൃഷി വകുപ്പ് ഒരു സ്പെഷ്യൽ ഡ്രൈവിന് നേതൃത്വം കൊടുക്കുന്നു. ഒന്ന്, ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഉദ്യോഗസ്ഥരില്ലാത്ത സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ കൊടുക്കും. ഉദ്യോഗസ്ഥർ നേരിട്ട് ഫീൽഡിലെത്തും. കർഷകർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന പിൻബലം മുഴുവൻ കൊടുക്കാനുള്ള നടപടികളെടുക്കും. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വിവിധങ്ങളായിട്ടുള്ള ആക്ടുകൾ ഇതിലേക്ക് ഇൻവോക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോ നമുക്ക് നിരവധിയായ നമ്മുടെ മോട്ടോർ പമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഷെഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തറകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ മുഴുവൻ പുനഃക്രമീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. 2, ഏതെങ്കിലും പാടശേഖരങ്ങളിൽ, കൃഷി സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ളതായ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാൻ, പമ്പ് ചെയ്ത് ഒഴിവാക്കാൻ, ആ പമ്പിന്റെ വാടക, ഇലക്ട്രിസിറ്റി, ഇന്ധനം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മുഴുവൻ സാമ്പത്തികവും സർക്കാർ വഹിക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട് ഉൾപ്പെടെ, തിരുവല്ല ഉൾപ്പെടെ പലയിടങ്ങളിലും ഉണ്ടായത് നിലവിലുള്ളതായിരിക്കുന്ന ബണ്ടുകൾ, ആ ബണ്ടുകൾ തകർന്നു പോയതാണ്. മടവീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൽ സർക്കാർ ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ എന്ന് പറയുന്ന KSDMAയുടെ പ്രത്യേക സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബണ്ടുകൾ ബലപ്പെടുത്താനും അനുബന്ധ സംവിധാനങ്ങൾക്കുമുള്ള മുഴുവൻ സാമ്പത്തിക സൗകര്യവും അവിടെ ക്രമീകരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ തുടങ്ങി ക്രോപ്പ് ലോസ് അസസ് ചെയ്യാൻ, 2 പുനർനടിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിൽ നടീൽ വസ്തുക്കളും വിത്ത്, വളം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ ബാക്ക് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗിലെടുത്ത സുപ്രധാനമായ തീരുമാനം, KSDMA ആദ്യം തന്നെ ഫ്ലഡായ ഏരിയ, വില്ലേജ്, പഞ്ചായത്തുകൾ ആദ്യം നോട്ടിഫൈ ചെയ്യും. ആ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് RBI ഉൾപ്പെടെ ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ മീറ്റിംഗ് ചേർന്ന് അത്തരം ഏരിയയിൽ കർഷകർ എടുത്തിരിക്കുന്ന ലോണ്, ആ ലോണ് ഏതൊക്കെ തലത്തിൽ റീസ്ട്രക്ചർ ചെയ്യാം, അതിന്റെ തിരിച്ചടവിന്റെ കാലാവധി പുനർനിശ്ചയിക്കൽ, അതിൽ ഉജ്ജീവനി പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9% സർക്കാർ വഹിച്ചുകൊണ്ടുള്ള ഒരു ബാക്കിംഗ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ്. സർക്കാർ വെറുതെ ഇരിക്കുകയല്ല. സർക്കാർ ഇത്തരം ഒരു ആപൽഘട്ടത്തിൽ സർക്കാർ പൂർണ്ണമായും കർഷകരുടെ കൂടെ നിലയുറപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനുള്ള എല്ലാ നടപടികൾക്കും ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ്. മിനിസ്ട്രി പറഞ്ഞ പോലെ മലയാളികൾക്ക് ഈ കൃഷിയും കർഷകരും ഒക്കെ എത്രത്തോളം വലിയ പ്രാധാന്യമാണ് അവരുടെ മനസ്സിൽ എന്നറിയാം. കാരണം അവരുടെ സേവനങ്ങളെയും അധ്വാനങ്ങളെയും ഒക്കെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുകയും അതുപോലെ തന്നെ സ്മരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടനാട്ടിൽ സന്ദർശനം നടത്തി ഈ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവരുടെ പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ആവശ്യമാണ് ഈ കർഷകരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. മിനിസ്റ്റർ 3 മാസം കൂടി ആയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളൊരു പ്രവർത്തനം കർഷകർക്ക് വേണ്ടി ഏത് രീതിയിലായിരിക്കും കാർഷിക വകുപ്പിൻ്റെ ഒരു കാര്യക്ഷമമായ ഇടപെടലുണ്ടാവുക? ഒന്ന്, ഞങ്ങൾ വരുന്ന മാസം 10, 11 തീയതികളിൽ ഞങ്ങൾ ഒരു ആഭ്യന്തര നവീകരണത്തിലേക്കുള്ള ഒരു ഇന്റേണൽ പ്രോസസ്സിലേക്കുള്ള ഒരു സമ്മിറ്റിലേക്ക് ഡിപ്പാർട്ട്മെന്റ് പോവുകയാണ്. എവിടെയൊക്കെയാണ് ഞങ്ങളുടെ വീക്ക്നെസ്, എവിടെയൊക്കെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്, എവിടെയൊക്കെയാണ് ഗ്യാപ്പ്, അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ആഭ്യന്തര മെക്കാനിസത്തിലേക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നടീൽ വസ്തുക്കൾ, ജൈവ പരിരക്ഷ, ക്ലിനിക് അടക്കം സംവിധാനം ചെയ്ത് ജൈവ കീടങ്ങളിൽ നിന്ന് നമ്മുടെ
കാർഷിക മേഖലയിലുള്ളതായ നമ്മുടെ നടീൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉയർന്നു വരുമ്പോൾ വളർന്നു വരുമ്പോൾ അതിനെതിരായിട്ടുള്ള ഫംഗസ് ബാധ, ബാക്ടീരിയ ബാധ, അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മണ്ണ് പരിശോധന, അതിന്റെ ന്യൂട്രിയന്റിന്റെ അഭാവം, അത് റീകൂപ്പ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. അതിന്റെ വിളവെടുപ്പും കോൾഡ് സ്റ്റോറേജും പാക്കിംഗ്, മാർക്കറ്റിംഗ്, വിപണന സംവിധാനം, കയറ്റുമതി ചെയ്യാൻ പറ്റുന്നത് കയറ്റുമതി ചെയ്യൽ തുടങ്ങി വിപുലമായ ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ കാർഷിക വകുപ്പ് കടന്നു പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ആഭ്യന്തര മെക്കാനിസം രൂപീകരിക്കാനുള്ള ദ്വിദിന ഇന്റേണൽ സമ്മിറ്റിലേക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കടന്നു പോകും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സക്രിയവും ക്രിയാത്മകവുമായ നടപടികൾക്ക് സർക്കാർ സമൂലമായി നേതൃത്വം കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. അത് ഞങ്ങൾ കവർ ചെയ്യാനുള്ള നടപടിയെടുക്കുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലഘട്ടമാണ്. നമുക്കിപ്പോൾ തിരുവാതിര ഞാറ്റുവേല കടന്നു. ആ തിരുവാതിര ഞാറ്റുവേലയിൽ നമുക്ക് ഒരു തുള്ളി മഴയില്ലായിരുന്നു. 10 to 45% മഴയുടെ കുറവായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പെട്ടെന്നുള്ള അതിശീഘ്രമായ മഴ, അതിശക്തമായിട്ടുള്ള ഡ്രൗട്ട്, വരൾച്ച, പെട്ടെന്നുള്ളതായിരിക്കുന്ന മഴയും വെള്ളപ്പൊക്കവും, ഇതെല്ലാമായി നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ചെയിൻ ആകെ മാറിപ്പോയിരുന്നു. അപ്പോൾ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാർഷിക സമ്പ്രദായമാണ് നമ്മൾ മലയാളികളായിട്ടുള്ള കർഷകർ മുഴുവൻ ആവിഷ്കരിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്ന് മാറി കാലാവസ്ഥയുടെ വ്യതിയാനവും ക്ലൈമറ്റിക് ചേഞ്ചും വേരിയേഷൻസും നമ്മുടെ കാർഷിക മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് വേൾഡ് ബാങ്കിന്റെ ബേസ് ബാക്ക് ചെയ്തിട്ടുള്ള കേര പ്രോജക്റ്റും അതുപോലെ അനുബന്ധ സംവിധാനങ്ങൾ മുഴുവൻ ക്ലൈമറ്റിക് റെസീലിയന്റ് ആയ കാലാവസ്ഥാ പ്രതിരോധ കാർഷിക രീതി ഡെവലപ്പ് ചെയ്യാൻ ഉള്ളതായ നടപടികൾക്ക് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുക്കുന്നു. മറ്റൊന്ന്, കർഷകന് എവിടെയാണ് അവന്റെ, ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു പ്രയാസമുണ്ട്. ഇപ്പോ തരം മാറ്റൽ, ക്ലറിക്കൽ വർക്ക്, റിപ്പോർട്ടിനുള്ള മറുപടി കൊടുക്കൽ, ഇത്തരം കാര്യങ്ങളുമായി ഏറിയ പങ്ക് സമയവും എന്റെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ നല്ല ശേഷിയും കഴിവുമുള്ള ആളുകളാണ്. അവരുടെ സമയത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പോ അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സമീപനത്തിലെ കാതലായ മാറ്റം വരണം. യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഉദ്യോഗസ്ഥ സമൂഹം വഴിമാറിപ്പോകുന്നോ എന്നുള്ള സംശയം പൊതുവെ കർഷകർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ എടുക്കുകയാണ്. പരിപൂർണമായി കർഷകന്റെ കൂടെ അവന്റെ മണ്ണിന്റെ കൂടെ അവരുടെ പ്രവർത്തനത്തിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് നിലയുറപ്പിക്കണം. അത് നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു വഴി ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. പൂർണ്ണമായും ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ വിളകൾക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ എവിടെയാണ് ഗ്യാപ്പ് പൂർണ്ണതോതിൽ എത്തിക്കാനുള്ള നടപടി. ഇവ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു. വിളനാശം വന്നു കഴിഞ്ഞാൽ ആ വിളനാശത്തിന് 25% കൂടുതൽ കൊടുക്കാനുള്ള തീരുമാനം ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി ഒരുപാട് നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ആയാലും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കർഷകരുടെ ഒരു പൊതുവായ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഉന്നമനത്തിന്. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനം പോലെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്നുണ്ട്. നമ്മൾ കാർഷിക കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കാർഷിക വിളകളുടെ തോത് അല്ലെങ്കിൽ പണ്ടുകാലത്തെ അപേക്ഷിച്ച് അത് എത്രത്തോളം മാറുന്നു എന്നത് പ്രധാന ചോദ്യമാണ്. അതായത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഏറ്റവും പ്രധാനമായി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ യുവതലമുറ ഒരുപക്ഷെ പഠനം അല്ലെങ്കിൽ ജോലിയൊക്കെ തേടി അന്യരാജ്യങ്ങളിലേക്ക് പറക്കുന്ന നമ്മുടെ യുവതലമുറയെ നമ്മുടെ കൃഷിയിലേക്ക്, കാർഷിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ, അവരെ എത്തിക്കാൻ എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണ്ടേ? ഈ കർഷക ദിനത്തിൽ അമൃത ടിവിയിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇതിനുള്ള മറുപടിയാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബർത്ത് റേറ്റ് കുറഞ്ഞു, നമ്മുടെ മരണനിരക്ക് കുറഞ്ഞു, നമ്മുടെ ആയുർദൈർഘ്യം കൂടി, നമ്മുടെ ഹൈ മൈഗ്രേഷനാണ്. വലിയ രീതിയിലുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. കർഷകന്റെ ഭൂമിയിൽ കർഷകന്റെ മക്കളോ അതല്ലെങ്കിൽ പുതിയ യുവ കർഷകരോ പരിമിതമായി മാത്രമേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെറുപ്പത്തെ, വിദ്യാർത്ഥികളെ, യുവത്വത്തെ ഈ മേഖലയിലേക്ക് റീകണക്ട് ചെയ്ത് ആവിഷ്കരിച്ച് നിർത്താൻ വിപുലമായ ആലോചന നടന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്.
എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും, കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും, കതിർ മാർക്കറ്റുകൾ ഉണ്ടാകും, ആ കുട്ടികളുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന നടപടികൾ ഉണ്ടാകും. ഈ വർഷം 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുക. ഞാനും വിദ്യാഭ്യാസ മന്ത്രിയും 4 തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഞാൻ വിപുലമായ ഒരു സയന്റിസ്റ്റുകൾ, റിസർച്ച് ഫെലോസ്, അധ്യാപകർ തുടങ്ങിയ എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പദ്ധതി ഒക്ടോബർ മാസം 16-ാം തീയതി ടെൻഡേറ്റീവായി ലോക ഭക്ഷ്യദിനത്തിൽ 500 സ്കൂളുകളുടെ ഇതിന്റെ കതിർ കാർഷിക ക്ലബിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയുന്നു, കുട്ടികൾ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. അതിലേക്കുള്ള പ്രഖ്യാപനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ഒന്നിച്ചുള്ള ഒരു പ്രയാണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ ഒരു കാര്യം കൂടെ പറയുന്നു, വീടുകളിലുള്ള കൃഷിയും കൂടെ ഈ അസസ്മെന്റിന്റെ ഭാഗമായി മാറ്റുകയാണ്. ഇതിനൊരു നമ്മുടെ ഒരു അംബാസഡറായി ഏറ്റവും പ്രമുഖനായ ഒരാൾ ഇതിന്റെ അംബാസഡറായി കടന്നു വരും. കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ കാർഷിക വൃത്തിയിലേക്ക് കണക്ട് ചെയ്യും. അടുത്ത വർഷം മുഴുവൻ സ്കൂളുകളിലും തുടങ്ങും. ഒരു സ്കൂളിന് 10,000 രൂപ കൊടുക്കാനുള്ള നടപടി, ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാനുള്ള നടപടി. കതിർ സഞ്ചാരമുണ്ട്, സർക്കാർ തലത്തിൽ സ്വീകരിച്ചു. കതിർ സഞ്ചാരം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമികളിലൂടെ, കാർഷിക സ്ഥാപനങ്ങളിലൂടെ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്സ് അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന മേഖലകളിലൂടെ, ഫാമുകളിലൂടെ കുട്ടികളുടെ യാത്രയാണ്. അതുൾപ്പെടെ ഇവർക്കുള്ള കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിന്റെ ബാക്കിംഗ് ട്രെയിനിങ് ഇവർക്ക് ലഭ്യമാകുന്നു. ഒരു ഫീഡിംഗ് മണി ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ചെറുപ്പത്തെ ഇതിലേക്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നടപടി. അതിന്റെ കൂടെ തന്നെ അടുത്ത വർഷം മുഴുവൻ സ്കൂളുകൾ, അതോടൊപ്പം തന്നെ ഞങ്ങൾ കോളേജുകളിലേക്ക് ആരംഭിക്കും. കോളേജുകളുടെ കൂടെ തന്നെ നമ്മൾ റെസിഡൻസുകളിലേക്ക് കടന്നു പോകും. മട്ടുപ്പാവിലെ കൃഷി ഉൾപ്പെടെയുള്ള സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഞാനൊരു അലാമിംഗ് കണക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കേരളത്തിൽ 1258 പച്ചക്കറികളുടെ പരിശോധന നടന്നപ്പോൾ അതിൽ 62 എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും വിഷാംശവും അതിൽ കണ്ടെത്തുകയുണ്ടായി. നമ്മൾ ആരോഗ്യപരമായി വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ ചെറുപ്പം ആരോഗ്യപരമായ പ്രയാസത്തിലാണ്. ആശുപത്രിയിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. യഥാർത്ഥ കാരണം കീടനാശിനി പ്രയോഗവും വിഷാംശവുമാണ്. തീർച്ചയായും ഈ ഒരു കർഷക ദിനത്തിൽ മിനിസ്റ്റർ അങ്ങേയറ്റം നിർണായകമായ ഒരു ആ പടിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഇന്ന് ഈ ഒരു ചിങ്ങപ്പുലരിയിൽ ഈ കാർഷിക ദിനത്തിൽ എന്താണ് സർക്കാരിൻ്റെ നയമെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി താങ്കൾക്ക് ഓണാശംസകൾ, ചിങ്ങാശംസകൾ, കാർഷിക ദിനാശംസകൾ നേരുകയാണ്. എല്ലാ അമൃത TV പ്രേക്ഷകർക്കും മനോഹരമായിട്ടുള്ള ചിങ്ങമൊന്ന് കർഷക ദിന ആശംസകളും മനോഹരമായിട്ടുള്ള മലയാളികളുടെ ഓണാശംസകളും നേരുക. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി കണക്റ്റിംഗ് കേരളയാണ്. അതായത് നമ്മൾ സംസ്ഥാനത്തെ 3 റീജിയനുകളിൽ നിന്നും ഇന്ന് എന്തെല്ലാം സംഭവിക്കുമെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് അൻഫ്ലി ഡിസൂസയും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് KK പ്രശാന്തും കോഴിക്കോട് നിന്ന് MM രാഗേഷും ഒക്കെ ചേരുന്നുണ്ട്. ഇന്നത്തെ പല പ്രധാനപ്പെട്ട വാർത്തകളും അല്ലാത്ത വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ അവർ നമുക്ക് നൽകും. ആദ്യം അൻഫ്ലിറ്റ് ഡിസൂസയിലേക്ക് പോവുകയാണെങ്കിൽ, അൻഫ്ലിറ്റ്, തിരുവനന്തപുരത്ത് നമുക്കറിയാം ഇടതുമുന്നണി യോഗമുണ്ട്. മറ്റ് റീജിയനുകളിൽ നിന്നൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് ഇടതുമുന്നണി യോഗം AK സെന്ററിൽ ആരംഭിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിന് ശേഷം വിലയിരുത്താൻ പോലും യോഗം ചേരുന്നില്ല. ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. അതോടൊപ്പം തന്നെയും ഏറ്റവും പ്രധാനമായി ഇന്ന് സംഭവിക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് KSUവിൻ്റെ SFIയുടെ മാർച്ചാണ് നടക്കുന്നത്. VC മോഹനൻ കുന്നുമ്മൽ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അതോടൊപ്പം തന്നെ PSCയുടെ അന്വേഷണം
അന്വേഷണമൊക്കെ വളരെ ത്വരിതഗതിയിൽ നടക്കുകയാണ്. BSCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. ഒപ്പം തന്നെ കൊല്ലത്തും സംഭവിക്കുന്നത് നമുക്കറിയാം, 12 വയസ്സുകാരെ കാണാതായി. ശനിയാഴ്ചയാണ് കാണാതായത്. 12 വയസ്സ് കാണാതായ ബിലാലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നു. ആ കുളക്കടവിലാണ്, പുഴയുടെ സമീപത്താണ് ജെഴ്സിയും സൈക്കിളും ഒക്കെ കണ്ടെത്തി. അവിടെ പിന്നെ NDF സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല പൂജകൾക്കായി അതായത് ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരുന്നു. ഇന്ന് കീഴ്ശാന്തിയെ തിരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജാ കർമ്മങ്ങളാകും ഇന്ന് ശബരിമലയിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മറ്റ് പ്രധാനമന്ത്രിമാരുടെ പരിപാടികൾ അടക്കമുള്ളവയാണ് കൊല്ലത്തും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും പ്രധാനമായും നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ. അമ്പിളി. ഓക്കെ, ഇനി നമുക്ക് കൊച്ചിയിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലുണ്ട് കാർഷിക ദിനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. മറ്റേ പ്രധാനപ്പെട്ട വാർത്തകൾ കൊച്ചി മേഖലയിൽ നിന്ന്, മധ്യമേഖലയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, എന്താണ് കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചി അടങ്ങുന്ന മധ്യമേഖലയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? സ്വപ്ന, ഏതായാലും തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ് കൊച്ചിയെ സംബന്ധിച്ച്, മധ്യ കേരളത്തെ സംബന്ധിച്ച്. കൊച്ചിയിലാണെങ്കിൽ ഇത് മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം തന്നെ ഇന്ന് കൊച്ചിയിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കാർഷിക ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട മികച്ച കർഷകർക്കുള്ള അവാർഡ് നൽകുന്നു. ചിങ്ങം ഒന്നിനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒന്നിലധികം പരിപാടികളുണ്ട്. കൃഷിമന്ത്രിക്കും സമാനമായ രീതിയിൽ തന്നെ പരിപാടികളാണ്. അതോടൊപ്പം തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട്. നേരത്തെ നമ്മൾ സംസ്കൃത സർവകലാശാലയുടെ വാർത്ത പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോടതിയിൽ ഇന്ന് അഭിമന്യു കേസ് പരിഗണിക്കുന്നുണ്ട്. അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമലയിലെ മിൽമ നെയ്യുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ മുത്തങ്ങ കേസുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്ത. ഇങ്ങനെ നിരവധി വാർത്തകൾ, കോടതിയുമായി ബന്ധപ്പെട്ട കുറേയധികം വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ്. എറണാകുളത്തെ സംബന്ധിച്ച്, കൊച്ചിയെ സംബന്ധിച്ച് തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ ഇന്ന് SFIയുടെ മാർച്ചാണ്. നേരത്തെ അൽഫിൽറ്റ് സൂചിപ്പിച്ച പോലെ ഇന്ന് സർവകലാശാലയിലേക്കാണ് SFIയുടെ മാർച്ചെങ്കിൽ മോഹനൻ കുന്നുമലിന്റെ വീട്ടിലേക്ക് SFIയുടെ മാർച്ച് തൃശ്ശൂരുണ്ട്. BMSന്റെ പ്രതിഷേധമുണ്ട്. അതാണ് തൃശ്ശൂർ നൽകാനുള്ളത്. ഒപ്പം തന്നെ ഓണത്തിന്റെ ഒരു അരങ്ങിലേക്ക് തൃശ്ശൂർ എത്തുന്ന ഒരു സമയമാണ്. വടക്കുനാഥനൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴ വള്ളംകളിയുടെ ഒരു ആവേശ തിമിർപ്പിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. അജയുടെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാ വള്ളങ്ങളും അവരുടെ എല്ലാ ആവേശത്തോടും കൂടി അവരുടെ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരാനുള്ള ദിവസമാണ്. അവിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ അധ്യക്ഷ പുറത്തായ സമയം, പുതിയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എത്തേണ്ടതാണ്. അവിടെ വിമത നീക്കങ്ങൾ നടക്കുന്നു. ഇതാണ് കോട്ടയത്തെ സംബന്ധിച്ചുള്ളത്. മറുവശത്ത് ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇടുക്കി നമുക്കറിയാം മലയോര മേഖലയാണ്. സ്വാഭാവികമായും അവിടെ മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലമായി ഇടുക്കി മാറുന്നുണ്ട്. അത് മൂന്നാർ മാത്രമല്ല, മറ്റു മേഖലകളിലേക്ക് തന്നെ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ചില വാർത്തകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. BMSന്റെ മാർച്ചുണ്ട്. BMS കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത നിൽക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രതിഷേധങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരു വാർത്താ ദിനം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ മധ്യ കേരളത്തെ സംബന്ധിച്ച ഉള്ള ഒരു ദിവസം കൂടിയാണ് കടന്നു പോകുന്നത്. സ്വപ്ന, അമ്പിളി. ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലേക്ക് വിശദാംശങ്ങൾ നമുക്കൊരു ഇൻ ജനറൽ ആയിട്ട് അറിയാൻ പറ്റി. ഇനി നമുക്ക് വടക്കൻ കേരളത്തിലേക്കും കൂടി പോകേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ രാകേഷാണ് ചേരുന്നത്. രാകേഷിലേക്കാണ്. രാകേഷ്, വടക്കൻ കേരളത്തിൽ മലബാർ മേഖലയിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു? സ്വപ്ന, ഇന്ന് പ്രധാനമായും വടക്കൻ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ശിവസൂര്യയെ കാണാതായിട്ട് 9ാമത്തെ ദിവസമാണ്. ഈ 9ാമത്തെ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ശിവസൂര്യ പാലക്കാട് ഒറ്റപ്പാലത്തുണ്ട് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം തന്നെ തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ശിവസൂര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാശിയിലേക്ക് പോവുകയാണ്, താൻ ഇനി ദൈവത്തോട് അലിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ജോഡി വസ്ത്രവും 3000 രൂപയുമായാണ് ഇത്തരത്തിൽ ശിവസൂര്യ പോയിട്ടുള്ളത്. കണ്ണൂരിലെ വാർത്ത ഇങ്ങനെയാണെങ്കിൽ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് MDMA കേസ് നമുക്കറിയാം, വടകരയിലെ BRC അധ്യാപകർ ഉൾപ്പെട്ടിട്ടുള്ള കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട്
വടകര CI ദിനേശ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രഷ് കട്ട് സമരം ഒരുപാട് കാലമായി താമരശ്ശേരിയിൽ നടന്നിരുന്ന സമരമാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. അതായത് യുക്തമായ ഒരു പ്രപ്പോസൽ ഈ ഫ്രഷ് കട്ട് കമ്പനി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സർക്കാർ അത് പരിഗണിക്കുമെന്നാണ്. ഇതിലെന്തെങ്കിലും തുടർ വാർത്തകളുണ്ടോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ദളിത് വിദ്യാർത്ഥിയുടെ മലയാളം സർവകലാശാലയിലെ സമരമുണ്ട്. ഗവേഷക വിദ്യാർത്ഥിനി നേരത്തെ തന്നെ SFI നേതാവ് റാഗിങ്ങിന് വിധേയമാക്കി എന്നതുൾപ്പെടെയുള്ള പരാതികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് 2 MLA-മാർ, തിരൂർ താനൂർ MLA-മാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എങ്ങോട്ട് പോകുമെന്നുള്ളതും ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള പ്രധാന വാർത്തകളാണ് മലബാറിൽ നിന്നും നൽകാനുള്ളത്. അമ്പിളി, സ്വപ്ന. ശരി രാകേഷിന് വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ അമ്പിളി ഈ 3 റീജിയനിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് വാർത്തകൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഇന്നിപ്പോൾ ഈ ഒരു ദിവസം ഈ ചിങ്ങം 1 കൂടിയും വരാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നിരവധി വാർത്തകളാണുള്ളത്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഞങ്ങൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു അമൃത TV കൂടുതൽ വിഭവങ്ങൾ അതായത് പ്രേക്ഷകർക്ക് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാകുന്ന ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടുന്ന ചില സെഗ്മെൻറ്റ്സുകൾ കൂടി ഈ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ ടീസറിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ ഒരുപാട് സെഗ്മെൻറ്റുകൾ നമ്മൾ ഈ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. പ്രേക്ഷകരുടെ ആരോഗ്യത്തിൽ നമ്മളും ഒന്ന് ശ്രദ്ധ വെക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. അതായത് എത്രത്തോളം ആരോഗ്യത്തിൽ ബോധവാന്മാരാണ് എന്ന് നമുക്കറിയാമല്ലേ, അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ഒരു ദിവസത്തെ മുഴുവൻ ആരോഗ്യത്തെയും നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ദിവസം നല്ലതായി തുടങ്ങാൻ എന്തൊക്കെ ചെയ്യാമെന്ന കുഞ്ഞു ടിപ്സുകളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതിൽ ഞങ്ങളുടെ റീജിയണൽ റിപ്പോർട്ടേഴ്സ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായി ചേരുമ്പോൾ പ്രശാന്താണ് നമുക്ക് കോട്ടയത്ത് നിന്നും ചേരുന്നത്. പ്രശാന്ത്, നമുക്കറിയാം ഈ കോവിഡിനൊക്കെ ശേഷം ആരോഗ്യമൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അവബോധം, അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ഒരുപാട് പരാതികളാണ്. ഒരസുഖവും ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു, അങ്ങനെ. അപ്പോൾ കൃത്യമായ ഒരു ആരോഗ്യ രീതി പിന്തുടരേണ്ടതിൻ്റെ ആവശ്യം പൊതുവേ മലയാളികൾ ഇക്കാര്യത്തിൽ വളരെ ബോധവാന്മാർ തന്നെയാണ്. എങ്കിൽ കൂടിയും സ്ഥിരമായി നമ്മൾ കാണുന്ന ജിമ്മുകൾ, കളരി, യോഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. ലൈഫിൻ്റെ ഭാഗമായി മലയാളികൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രശാന്ത് ഇപ്പോൾ ഒരു ജിമ്മിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ ഒരു മോർണിംഗ് വൈബ്? തീർച്ചയായും സ്വപ്ന, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ടൗണിൽ തന്നെയുള്ള ഫിറ്റ്നസ് HP എന്ന ഒരു ഫിറ്റ്നസ് സെൻറ്ററിലാണ്. നമുക്കിത് ജിം എന്ന് പറയാൻ കഴിയില്ല. കാരണം ജിം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിനായി ഫിറ്റ്നസ് സെൻറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് കൂടുതലായും ബോഡി ബിൽഡിംഗ് എന്നതിനപ്പുറം ആരോഗ്യ സംരക്ഷണം തന്നെയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും ഡയറ്റീഷ്യനും ഒക്കെയായ ഡോക്ടർ ജിസ് ഫിലിപ്സൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് 4 സെൻറ്ററുകൾ ഇപ്പോൾ ഓൾറെഡി ഈ ഫിറ്റ്നസ് സെൻറ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ആളുകൾ ഈ കോവിഡിന് ശേഷം ഈ ആരോഗ്യ സംരക്ഷണം എന്നൊരു രംഗത്തെ കാണുന്നത് എങ്ങനെയാണ്? ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? പോസ്റ്റ് കോവിഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ല, ലോകമെമ്പാടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ബിഗസ്റ്റ് ഫിറ്റ്നസ് ഒരു ഷിഫ്റ്റാണ് നടന്നേക്കുന്നത്. കാര്യം ഇത്രയും നാളും ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ ഒരു ബോധറേഷനും ഇല്ലായിരുന്ന ആൾക്കാരെല്ലാം ഇപ്പം ജിമ്മുകളിൽ പോവുക, അതുപോലെ തന്നെ ലൈറ്റ് ജോഗിങ്, മാരത്തോൺ, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കലി എൻഗേജിങ് ആക്ടിവിറ്റീസിലോട്ട് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ജിമ്മുകൾ ഈ പോസ്റ്റ് കോവിഡിന് ശേഷം അനേകം ജിമ്മുകൾ ഇപ്പം കേരളത്തിൽ തന്നെയായി ഒത്തിരിയും ജിമ്മുകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതുപോലെയുള്ള ആൾക്കാരുടെ ഫിറ്റ്നസ്സിനോടുള്ള ഒരു അവെയർനെസ്സും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ജിമ്മുകളെ കാണാൻ തുടങ്ങി. റാദർ ദാൻ പണ്ടത്തെ ഒരു ജിമ്മെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന മസിൽ, അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഹെൽത്തും വെൽനെസ്സും അതുപോലെ തന്നെ ഒരു ലോഞ്ചിറ്റിവിറ്റി, ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഒരു സ്ഥലമായിട്ട് ഇന്നത്തെ കാലത്ത് ജിമ്മുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ജിമ്മുകൾ എന്നുള്ളത് ഫിറ്റ്നസ് സെൻറ്ററുകളായി മാറി. അപ്പോൾ അതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ഇതിനനുസരിച്ച് ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൈൻ പോലുള്ള പ്രശ്നങ്ങൾ, സ്പൈനിനൊക്കെ ഉണ്ടാകുന്ന, നട്ടലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതിനും പരിഹാരമായി ഫിറ്റ്നസ് സെൻറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ഉണ്ടായിട്ടുണ്ട്?
ബേസിക്കലി എല്ലാ ഫിറ്റ്നസ് സെൻറ്റേഴ്സിലും അങ്ങനെയുള്ള മാറ്റങ്ങളല്ല പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിറ്റ്നസ് HP-യിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഓവറോൾ ഹെൽത്തും വെൽബീയിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഡയറ്റും. ഇന്നത്തെ കാലത്ത് വേറൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ChatGPT അല്ലെന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ഡയറ്റ് പാറ്റേണിലോട്ട് പോയി. ഇങ്ങനത്തെ ഈ ഒരു കോമൺ ഡയറ്ററി പാറ്റേൺ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതിനെ സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് തന്നെ ആൾക്കാർക്ക് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കസ്റ്റമൈസിങ് എ യുണീക്ക് പ്രോഗ്രാം ഫോർ എ യുണീക്ക് പേഴ്സൺ. നമ്മളെല്ലാം ഇൻഡിവിജ്വലി യുണീക്ക് ആയിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കുമുള്ള നമ്മളുടെ വർക്കൗട്ടും ഡയറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള റെസ്റ്റ് പാറ്റേൺസ് എല്ലാം. സോ വി ആർ ഡൂയിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. പിന്നെ മറ്റൊന്ന്, ഈ ഇപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. കൂടുതൽ ഭക്ഷണമല്ല, അതിന് പകരമുള്ള സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ട്. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഫുഡോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമല്ല. സപ്ലിമെൻ്റ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടെങ്കിലും ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഇനഫ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അങ്ങനത്തെ വേണ്ടിയ മാക്രോ അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിനെ ആശ്രയിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് സപ്ലിമെൻറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. വൈ? ബിക്കോസ് ഇത് നമ്മുടെ പ്രിവെൻറ്റീവായിട്ടുള്ള സേ ഫോർ എക്സാമ്പിൾ പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറ്റമിൻ D ഡെഫിസിറ്റ് ആവുന്ന ഒരാൾ പോസ്റ്റ് കോവിഡിന് ശേഷം 90% അല്ല 95% ക്രൗഡും വൈറ്റമിൻ D ഡെഫിസിറ്റാണ്. ഈ D ഡെഫിഷ്യൻസി എങ്ങനെ മാറ്റാൻ പറ്റുന്നത്? നമ്മുടെ ഫുഡിൽ കൂടെ മാറ്റാൻ പറ്റത്തില്ല. സോ ഇത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം സപ്ലിമെൻറ്റേഷനാണ്. സോ ലൈക്ക് വൈസ് ദർ ആർ കീ കമ്പോണൻറ്റ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്. സോ അത് ഓരോരുത്തർക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക, അത് കൊടുക്കുകയും ചെയ്യുന്നത്. ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ജാഗ്രത പുലർത്തണം. പണ്ടൊക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുമെന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ആളുകൾ കൂടുതൽ ഫുഡ്, വാട്ടർ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. 8 glasses എ ഡേ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു മിത്താണ്. ഇത് ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ ഇൻടേക്ക് പാറ്റേണിൽ വാട്ടറിൻ്റെ ഇൻടേക്ക് പാറ്റേൺ എപ്പോഴും ഡിഫർ ചെയ്യും. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ, അവർ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ക്ലൈമറ്റ്, അവർ നിൽക്കുന്ന സ്റ്റേറ്റ് ഓർ കൺട്രി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വാട്ടർ ഇൻടേക്കിൻ്റെ ഇമ്പോർട്ടൻസും ആ വാട്ടർ ഇൻടേക്ക് എന്തോരം എമൗണ്ട് വേണമെന്ന് വരുന്നത്. അപ്പം 8 glasses എ ഡേ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു മിത്താണ്. ഇറ്റ് ഡിഫേഴ്സ് അപ്പോൺ പീപ്പിൾ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലേസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ the entire environment. തീർച്ചയായും ഫിറ്റ്നസ് HP-യിലെ ഒരു ഇതിൻ്റെ ഓണറും അതേപോലെ തന്നെ ഡയറ്റീഷ്യനും ഒക്കെയായ ഡോക്ടർ ജിസ് ഫിലിപ്സനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ജാഗ്രതകൾ പാലിക്കണം? ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഡയറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫിറ്റ്നസ് സെൻ്ററുകളിലെത്തി വേണ്ട വിധത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ രംഗത്ത് കോട്ടയത്തെ ഒരു ആരോഗ്യകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അറ്റ്ലീസ്റ്റ് മലയാളി ഒരു കാര്യം ചെയ്യുക, ഈ ഫിറ്റ്നസ് സെൻ്ററിലും ജിമ്മിലും ഒക്കെ പോകാൻ സാധിച്ചില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ആളുകളൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. ഓക്കെ അമ്പിളി, നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സോഷ്യൽ മീഡിയ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. അതിനെ നല്ലതായും പോസിറ്റീവായി നെഗറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. എന്തായാലും നമുക്ക് ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. വെൽക്കം ടു ഡിജിറ്റൽ വൈബ്സ്. പാടി ഒന്ന് ചാർജായി വരുമ്പോൾ വരികൾ മറന്നുപോലെ എന്തു ചെയ്യുമല്ലേ? ആത്മവിശ്വാസമുള്ളവരെ അതൊന്നും ബാധിക്കില്ല. കേരള പോലീസ് കാണിച്ചു തരും അതിന്റെ ബാക്കി. പാട്ട് ഞാന് മറന്നുപോയി, നിങ്ങളെല്ലാരും കൂടെ എന്നെ രക്ഷിക്കണം. മെസ്സി വരുമെന്ന് പറഞ്ഞ് പലരും നമ്മളെ പറ്റിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലെ മെസ്സികളെ നമുക്ക് വളർത്തിയെടുക്കേണ്ടേ? ഇതാ അങ്ങനെ ഒരു അത്ഭുത ബാലൻ. ഒരു കാലത്ത് കയ്യിൽ
തോക്കുമായി കാട് കയറിയ നക്സൽ വനിതകൾ ഇതാ ഫുൾ കോൺഫിഡൻസിൽ റാമ്പിൽ. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ടും ട്രെൻഡായി നിൽക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ റീലുകൾ. ഇതാ നിങ്ങൾക്ക് മിസ്സായൊരു ഉഗ്രൻ പ്രകടനം കൂടി. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി ഒരാളുടെ ദിവസം മാറ്റിമറിക്കാം. ഇതാ ഡാൻസ് കളിക്കുന്ന ഒരു അമ്മൂമ്മയ്ക്ക് എക്സ്ട്രാ സന്തോഷം നൽകി ഒരു പോലീസുകാരൻ. ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അതുല്യ മുരളിയാണ് ഡിജിറ്റൽ ലോകത്ത് ശരിക്കും നമുക്ക് മുമ്പിൽ അത് കണ്ടപ്പോഴേ പങ്കുവച്ചത്. അതെ അതെ, നമുക്കും അതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. അടുത്തത് വരട്ടെ എന്നാണ് മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ ഈ മായിക ലോകത്ത്, ഡിജിറ്റൽ വേൾഡിൽ. ശരിക്കും കണ്ണു തുറന്ന് കാണുക, അത് നല്ല മനസ്സോടെ മനസ്സിലാക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. പ്രേക്ഷകർ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. ഓക്കെ, ഇന്നിപ്പോൾ ഒരുപാട് മറ്റ് വാർത്തകളുടെ അടക്കം അപ്ഡേഷൻസ് എല്ലാം വരാനുണ്ട്. മോർണിംഗ് കേരളത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഓക്കെ, വീണ്ടും കൂടുതൽ വാർത്തകളുമായി നമുക്ക് അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.